നമ്മുടെ വീടിൻ്റെ ഉയർച്ചയും വീട്ടിലെ സാമ്പത്തിക നേട്ടങ്ങളെയുമെല്ലാം തന്നെ നിയന്ത്രിക്കുവാൻ നാം വീടുകളിൽ വയ്ക്കുന്ന പല വസ്തുക്കളും കാരണമാകുന്നുണ്ട്. നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ചുറ്റുമുള്ള പല വീടുകളിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉയർച്ചകൾ വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഉയർച്ചകൾ ഉണ്ടാകുന്നതിന് കാരണം അവർ വീടുകളിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉയർച്ചകൾ വരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമൊക്കെ നിമിഷ നേരം കൊണ്ട് അകലുവാനുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുപരമായി നോക്കുമ്പോൾ ഒരു ക്ഷേത്രം പോലെ തന്നെ നാം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത്. പൂജാമുറിയിൽ നാം ചില പ്രത്യേക വസ്തുക്കൾ വയ്ക്കുകയും ചില പ്രത്യേക ദിശകൾ നോക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ വിട്ടുമാറാതെ പിടികൂടിയിരിക്കുന്ന ദാരിദ്ര്യവും കടബാധ്യതകളും രോഗ അവസ്ഥകളുമൊക്കെ നിങ്ങളിൽ നിന്ന് ഒരു അത്ഭുതം പോലെ അകന്നു പോകും. അപ്പോൾ അത് ഏതൊക്കെ വസ്തുക്കൾ ആണെന്നുള്ളതും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം വളരെ വ്യക്തമായി ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചില വീടുകളിൽ നാം കണ്ടിട്ടുള്ള ഒരു തെറ്റിനെ പറ്റി പറയാം. അതായത്, ഒരു വീടിൻ്റെ പ്രധാന മുറിയുടെ ഒരു മൂലയ്ക്കായി ദേവീദേവന്മാരുടെ ഫോട്ടോ വെച്ച് പൂജിക്കുക എന്നുള്ളത്. അതായത്, ഒരു പ്രത്യേക മുറിയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു മുറികളിൽ നിന്ന് വേർതിരിക്കുന്ന തരത്തിലൊന്നും തന്നെ ഇല്ലാതെയാണ് ചിലർ പൂജാമുറിക്ക് പകരമായി ആ ഒരു ഭാഗത്തെ കാണുന്നത്. എന്നാൽ ഒരു കാരണവശാലും ഇപ്രകാരം ചെയ്യുവാൻ പാടില്ല. ഇനി പ്രത്യേകിച്ച് ഒരു പൂജാമുറി ഇല്ലാത്ത വീടുകളാണെങ്കിൽ നിങ്ങൾ ഒരു കർട്ടനെങ്കിലും ഇട്ട് തിരിച്ചതിന് ശേഷം വേണം അവിടെ ദേവീദേവന്മാരുടെ ഫോട്ടോകൾ വയ്ക്കുവാനും പൂജകൾ ചെയ്യുവാനുമൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അതിൻ്റെ അടുത്തായി ഒരു കിണ്ടിയിൽ അല്പം ജലം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. ഇപ്രകാരം ഒരു കിണ്ടിയിൽ ജലം വച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ജലം സേവിക്കുന്നതും വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. കിണ്ടിയിൽ ജലം വയ്ക്കുമ്പോൾ ആ ജലത്തിൽ ഒരു തുളസി ഇല കൂടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾക്കൊക്കെ ഒരു ശമനം കാണുവാനും ഇടയാകും. രോഗശമനവും ആരോഗ്യവും മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷവും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ഇത് വളരെ ഉത്തമമാണ്. ഇപ്രകാരം പൂജാമുറിയിൽ ജലം വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വെള്ളിയുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഓടിൻ്റെയോ കിണ്ടിയാണ്. ഇപ്രകാരം നിങ്ങൾ കിണ്ടിയിൽ ജലം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കിണ്ടി വലതുഭാഗത്തായി വയ്ക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, എല്ലാ ദിവസവും വൃത്തിയായി കഴുകിയതിനു ശേഷം പുതിയ ജലം നിറയ്ക്കുവാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ജലം നിറച്ചു വെച്ചിരിക്കുന്ന കിണ്ടിയുടെ വാൽഭാഗത്തായി പുഷ്പങ്ങളോ ഇലകളോ ഒന്നും വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത്
വരുവാനിരിക്കുന്ന ഗുണഫലങ്ങളെ തടസ്സപ്പെടുത്തും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട ദിശകളെ പറ്റിയാണ്. നിങ്ങൾ പൂജാമുറിയിൽ ദേവതകളുടെ ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വടക്ക് കിഴക്ക് ദിശയാണ് ഈശാനകോൺ എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല കുബേര ദിശ കൂടിയാണ് വടക്ക് കിഴക്ക് ദിശ. ഇപ്രകാരം നിങ്ങൾ ദേവതകളുടെ ചിത്രം വടക്ക് കിഴക്ക് ദിശയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ധനവരവ് അധികരിക്കുന്നതിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പൂജാമുറിയിൽ വച്ചിരിക്കുന്ന ദേവീദേവന്മാരുടെ ചിത്രത്തിൽ എല്ലാ ദിവസവും തീർത്ഥജലം തളിച്ച് ശുദ്ധമാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പൊടിയും അഴുക്കുമൊന്നും നിങ്ങൾ പൂജാമുറിയിൽ വച്ചിരിക്കുന്ന ദേവീദേവന്മാരുടെ ചിത്രത്തിൽ പറ്റിപ്പിടിച്ച് ഇരിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം നിങ്ങൾ പൂജാമുറിയിൽ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് വരുണദേവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുവാനും സർവ സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീട്ടിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ വന്നു ചേരുവാനും ഇടയാക്കും. ഇനി പൂജാമുറിയിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പൂജാമുറിയുടെ വടക്ക് ദിശയിൽ ഒരു ഓട്ടുപാത്രത്തിലോ അതുമല്ലെങ്കിൽ ഒരു ചില്ല് പാത്രത്തിലോ അല്പം ശുദ്ധജലം വയ്ക്കുക എന്നുള്ളതാണ്. ഈ ജലം വയ്ക്കുവാൻ ആയി നിങ്ങൾ എടുക്കുന്ന പാത്രം നല്ല വൃത്തിയുള്ളതും കേടില്ലാത്തതുമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. മാത്രമല്ല ഓരോ ദിവസവും ഈ ജലം മാറ്റി വൃത്തിയാക്കിയതിനു ശേഷം പുതിയ ജലം നിറച്ചു വയ്ക്കുക. ഓരോ ദിവസവും മാറ്റുവാനെടുക്കുന്ന ജലം വീടിൻ്റെ 4 ഭാഗത്തുമായി തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കാരണം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റികളെയും പുറന്തള്ളുകയും പോസിറ്റീവ് ഊർജത്തെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ വീടുകളിൽ സാമ്പത്തികമായിട്ടുള്ള എത്ര വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പൂജാമുറിയിലെ ജലത്തിൽ ചില വസ്തുക്കൾ ഇടുന്നത് സമ്പത്തിൻ്റെ വരവ് അധികരിപ്പിക്കും. ചില വീടുകളിലുള്ളവരെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, ഒരു വീട്ടിൽ തന്നെ 2-3 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും. പുറമേ നോക്കിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ അവരുടെ ശരിയായ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ഈ അധ്യായം കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ പൂജാമുറിയുടെ വടക്ക് വശത്ത് വയ്ക്കുന്ന ജലത്തിൽ ഒരു നുള്ള് പച്ചക്കർപ്പൂരവും ഏലക്കയും കറുവപ്പട്ടയും ഇടുക എന്നുള്ളതാണ്. സമ്പത്തിനെയും ധനത്തെയും ആകർഷിക്കുവാൻ ഇത്രയേറെ ശക്തിയുള്ള വേറെ വസ്തുക്കളില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇനി ഈ വസ്തുക്കളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളി നാണയം ഇപ്രകാരം ജലത്തിലിട്ട് വയ്ക്കാവുന്നതാണ്. ഈ ഒരു കർമ്മം നിങ്ങൾ 21 ദിവസം തുടർച്ചയായി ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. ഈ വസ്തുക്കൾ ജലത്തിലിട്ട് വയ്ക്കുമ്പോഴും ഓരോ ദിവസവും ജലം മാറ്റി പുതിയ ജലമൊഴിച്ച് പുതിയതായുള്ള പച്ചക്കർപ്പൂരവും ഏലക്കയും കറുവാപ്പട്ടയും ഇട്ട് വയ്ക്കുവാനും ശ്രദ്ധിക്കുക.
ഇനി വെള്ളി നാണയമാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ജലം മാത്രം മാറ്റി നാണയം കഴുകി തുടച്ച് വീണ്ടും അതിലേക്ക് ഇടാവുന്നതാണ്. ഈ കാര്യങ്ങൾ നിത്യവും തുടരുക. ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെറും 21 ദിവസം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അത്ഭുതങ്ങളായിരിക്കും. ഇതെങ്ങനെ ഇത്രയും ഉയർച്ചകൾ നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകും. അതായത് സമ്പത്തിൻ്റെ വരവ് അധികരിക്കുവാനായി നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഇതിലും വലിയ ഒരു പരിഹാരം ഇല്ല എന്ന് തന്നെ പറയാം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.